ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ എൻ്റെ ഒരു വെൽക്കം കേട്ടിട്ട്. അപ്പോൾ ഇതൊരു പഴയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇത് ഞാനുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. 7th മന്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാംഗ്ലൂർ ടു പൂനെ പോകുന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണിത്. ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് മാംഗ്ലൂർ എയർപോർട്ട് ഞങ്ങൾ ആ ഒരു ജേർണിയൊക്കെ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റും ഡിലേ ആയി. 10:15 ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്ക് 11 o'clock ആയി. അപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയം ചുമ്മാ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, വാ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, നീ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ വോയിസ് ഓവർ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് എത്തി. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ലേറ്റായി. അപ്പോൾ ഇതാണ് അച്ഛനും അമ്മയും. ഞങ്ങൾ 3 പേരും കൂടിയാണ് തിരിച്ച് പോകുന്നത് പൂനെക്ക്. അപ്പോൾ അമ്മയ്ക്ക് വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിൻ്റേതായ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു. അമ്മ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷമാണ് അമ്മയുടെ ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എപ്പോഴും നിങ്ങളൊക്കെ അല്ലേ വിൻഡോ സീറ്റിലിരിക്കുന്നത്, അപ്പോൾ ഞാനും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ശരി, അമ്മയ്ക്ക് ഇപ്രാവശ്യം വിട്ടുകൊടുത്തു. ഇപ്പോൾ ഇതാണ് അച്ഛൻ. ഞങ്ങൾ എന്താ പറയുക, 3 പേരും കൂടിയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ സനലുണ്ടാവും, നിതിരേട്ടനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 3 പേരും മാത്രം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ മൈലാഞ്ചിയാണ്, വളക്കാപ്പിനിട്ട മൈലാഞ്ചിയാണ്. വളയൊന്നും ഞാൻ ഊരിയിട്ടേ ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ T2 ടെർമിനലിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. T2 ടെർമിനൽ തന്നെ ഭയങ്കര വലിയൊരു ടെർമിനലായിരുന്നു. അല്ല, അത് ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ആ ടെർമിനലിൽ പോയത്. ഭയങ്കര ഭംഗിയായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗ്രീനറി, ഉള്ളിലേക്ക് നല്ല വാട്ടർഫാൾസും ഇതൊക്കെ ഞങ്ങൾക്ക് കാണാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഫ്ലൈറ്റ് 12:45 അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് എന്തൊക്കെ കാണാൻ പറ്റും അത്രമാത്രം കണ്ടുകൊണ്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ജസ്റ്റ് കാണുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എന്താ പറയുക, ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ 3 പേർക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ ആയിരുന്നു ചിന്ത. പക്ഷേ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പോകണം. 1 മണിക്കൂറുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് എത്തും എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രൊസീജിയേഴ്സിനൊക്കെ പോയി, സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഏകദേശം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ആ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പൂനെക്കുള്ള ഫ്ലൈറ്റ് സമയമൊക്കെ ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഗേറ്റ് ക്ലോസ് ആയി, ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, ഗേറ്റ് ക്ലോസ് ആവില്ല എങ്ങനെയാണ്, ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ഡിലേ ആയതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞു 20 minutes മുമ്പേ എത്തേണ്ടതാണ് ഗേറ്റ് ക്ലോസിങ് ടൈമിന് മുമ്പേ. അപ്പോൾ നിങ്ങൾ എത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാകെ കൂടി ഒരു എന്താ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയായി. ജീവിതത്തിൽ ഇന്ന് വരെ ബസ് മിസ്സായിട്ടില്ല, ട്രെയിൻ മിസ്സായിട്ടില്ല. ആദ്യമായിട്ട് പറയുമോ ഫ്ലൈറ്റ് മിസ്സായി. അതും ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കാണെങ്കിൽ എന്താ പറയുക, 7th മന്ത് പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ മെല്ലെ നടന്ന് എത്തി കഴിഞ്ഞിട്ട് അറിയുന്നത് ഫ്ലൈറ്റും മിസ്സായി. ഇതിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരോട് ചോദിച്ചു ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു ഓപ്ഷനും ഇല്ല, നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാനേജറിനോട് സംസാരിച്ചു. മാനേജർ പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എന്താ പറയുക ഈ ഒരു സമയത്തിന് എത്താൻ പറ്റാഞ്ഞത്. പിന്നെ എയർപോർട്ടിൽ എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്ക് എന്താ പറയുക ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി, നിങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാം, പക്ഷേ നെക്സ്റ്റ് ഫ്ലൈറ്റ് രാത്രി 9:30 ശേഷമാണ് ഉള്ളതെന്ന്. ഞങ്ങളാകെ കൂടി ശരി എന്തായാലും ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്.
വിശന്നിട്ടാണെങ്കിൽ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ സംസാരിച്ചിട്ട് എത്തുമ്പോഴത്തേക്ക് കുറേ സമയം എടുത്തു. അങ്ങനെ അവർ ഉച്ചയ്ക്കത്തെ ഫുഡും രാത്രിക്കത്തെ ഡിന്നറും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ 9:30 ഫ്ലൈറ്റായിരുന്നു അന്നത്തത്. അതും ഡിലേ ആയി ശരിക്കും ഞങ്ങൾ ആ ഫ്ലൈറ്റ് 12:30 അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തത്. അവസാനം പൂനെ എത്തുമ്പോഴത്തേക്ക് ഒരു 2-2:30 മണിയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് 2:30 എത്തേണ്ട ആൾക്കാർ ഞങ്ങൾ പുലർച്ചെ 2:30 എത്തിയത്. ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്നിരുന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് അടിച്ച പോലെ ഇരിക്കുമായിരുന്നു. ജീവിതത്തിലെ ആദ്യ അനുഭവം, അതും ഇങ്ങനത്തെ ഒരു സമയത്ത് ആകെ മൊത്തം ടയേർഡ് അവസ്ഥ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എയർ ഇന്ത്യ എക്സ്പീരിയൻസ് ജേർണി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. എല്ലാവരും ഫുള്ളായിട്ട് കാണുക.